ഒന്ന് നിന്നേ, ഒരു കാര്യം ചോദിച്ചോട്ടെ. എന്താ കാര്യം? അതെ, ശരിയാവില്ല. എന്ത് ശരിയാവില്ല? അല്ല, എന്തും ശരിയാവില്ല. അതെ, അത് വേണ്ട. പൊക്കോ, നിങ്ങൾ പൊക്കോ. തനിക്കെന്താ വട്ടാണോ? വട്ടോ? വട്ട് നിന്റെ മറ്റവനാ. ഹലോ ചേട്ടാ, ചേട്ടാ ഒന്ന് ചോന്നേ, ഒന്ന് ചോന്നേ. അയ്യോ ചേട്ടാ, ഞാൻ മറന്നുപോയി കേട്ടോ. ചേട്ടന്റെ പേരെന്താ? എന്റെ പേരോ? വർക്കി. ആ, ഇപ്പോഴും ആ പേര് തന്നെയാണോ? അതെ. ശരി. ആട്ടെ, അപ്പനൊക്കെ സുഖാണോ? എന്റെ അപ്പനോ? ആ, എന്റെ അപ്പം പണ്ടേ മരിച്ചു പോയല്ലോ. അത് സാരമില്ല. അല്ല, എന്നെ മനസ്സിലായോ? ഇല്ല. ആ, അപ്പനറിയാമായിരുന്നു. ഞാനാണ് പാലക്കപ്പറമ്പിൽ കൃഷ്ണൻ നായർ മകൻ അരവിന്ദാക്ഷൻ നായർ. ഇപ്പൊ മനസ്സിലായോ? ആ, മനസ്സിലായി. അട്ടെ, ഇതുപോലെ വേറെ ആരെങ്കിലും ചോദിച്ചാ പറയോ? ഉവ്വ്. അങ്ങനെ വരട്ടെ. അട്ടെ ചേട്ടനേ, എനിക്കൊരു ഉപകാരം ചെയ്യാവോ? ആ ബാങ്ക് വരെ ഒന്ന് വരണം. എന്നിട്ട് എന്നെ അറിയും എന്നൊന്ന് പറയാവോ? ചേതമില്ലാത്ത ഉപകാരമില്ല ചേട്ടാ. പറയാം. ചേട്ടൻ ഒന്ന് പിടിച്ചേ. ചേട്ടൻ ബീഡി വലിക്കോ? ബീഡി വലിക്കൂല. അതെന്താ അങ്ങനെ? ആട്ടെ, സ്മാൾ അടിക്കോ? ഒരു ചെറുത്. അത് വേണ്ട, അത് വേണ്ട. എന്നെ പറ്റിക്കാനാ. ചേട്ടൻ കള്ളൂടി നിർത്തിയിട്ട് വർഷങ്ങളായത് എനിക്ക് അറിഞ്ഞൂടെ. കള്ളൻ. കൈ പിടിക്കല്ലേ? കേറി വന്നേ. വലിക്കല്ലേ? ആ പ്രശ്നം, ഒരു പ്രശ്നം. സ്മാള് വാങ്ങിച്ചു. എന്നാ ശരി. ഇതെന്റെ സ്വന്തം ആളാന്ന് കൊണ്ടുപിടിച്ച് നാറിയിട്ട് വല്ല പിടി. ഇതെന്റെ സ്വന്തം ആളാ. ഇത് ശ്രീമാൻ വക്രി ചേട്ടൻ. അല്ല പാപ്പ, വർക്കി ചേട്ടൻ. ഇദ്ദേഹം എന്നെ അറിയും. നിങ്ങളാരാ? ഞാൻ കുറച്ച് കിഴക്കുള്ളതാ. എന്റെ മോളെ കെട്ടിച്ചത് പോകുന്ന ഇയാളെന്നെ പിടിച്ചോണ്ട് എന്നെ പരിചയപ്പെടുത്താൻ ഒരാൾ വേണമെന്നല്ലേ സാറ് പറഞ്ഞത്? ഇനി വാക്ക് മാറരുത്. ചേട്ടനൊരു കാര്യം ചെയ്യ്, വെയിൽ മുക്കുന്നതിന് മുമ്പ് മോളുടെ വീട്ടിലേക്ക് പോ. ചെല്ലേ. അപ്പോൾ സാറേ, എന്റെ അക്കൗണ്ടിന്റെ കാര്യം എങ്ങനെയാ? എന്റെ പൊന്നു ചങ്ങാതി, പരിചയപ്പെടുത്താൻ ഒരാൾ വേണമെന്ന് പറഞ്ഞത് വഴി കണ്ടവരെ വിളിച്ചോണ്ടിരാനല്ല. നിങ്ങൾക്ക് പരിചയമുള്ള, ഞങ്ങൾ അറിയുന്ന ഒരാള് എന്ന് പറഞ്ഞാൽ ഇവിടെ അക്കൗണ്ട് ഉള്ള ഒരാള്. അല്ല, സാറിന് ഇവിടെ അക്കൗണ്ട് ഇല്ലേ? ഉണ്ട്. അപ്പൊ സാറിന് അറിയോലോ. പിന്നെന്താ? എത്ര രൂപയുണ്ട് ഇടാൻ? ഉയ്യോ, ഇടാനല്ല, എടുക്കാൻ. ലോൺ ലോൺ. ഇത് പണ്ടൊരു മീൻകാരി പറഞ്ഞ പോലെ, പകൽ മുഴുവൻ മീൻകൊട്ട ചുമക്കണം, പാതിരായാവുമ്പോ അതിയാൻ ഇങ്ങോട്ട് വന്നാ പിന്നെ. ഇതാണ് പെണ്ണ് കെട്ടണമെന്ന് പറഞ്ഞതിന്റെ അർത്ഥം നിനക്ക് മനസ്സിലായോ? ആഗ്രഹമില്ലാണ്ടാണോ അളിയാ? ഒന്ന് കഴിയുമ്പോ മറ്റൊന്ന്. ഇനിയിപ്പോ ഒരു പെങ്ങളുള്ളതെ കൂടെ പറഞ്ഞു വിട്ട് കഴിഞ്ഞാൽ അപ്പൊ പിന്നെ ആശാന് ഷഷ്ടിപൂർത്തിയാവും. അപ്പൊ ഷഷ്ടിപൂർത്തിയും കല്യാണം ഒന്നിച്ച് നടത്താൻ ചെലവും പറഞ്ഞിരിക്കും. അങ്ങനെ ആവുമ്പോ പിള്ളേരുണ്ടാവുന്നുള്ള പേടിയും വേണ്ട. അനിയത്തിക്ക് ഇപ്പൊ ഒരു ആലോചന വന്നിട്ടുണ്ട്. തറവാടും സൗകര്യമൊക്കെ പാർട്ടിയാ. അതിലൊന്നും ഒരു കാര്യമില്ല ആശാനെ. എന്റെ പെങ്ങളെ കെട്ടിച്ചു കൊടുത്തിട്ട് എന്തായി? ഇതെല്ലാവരും പറഞ്ഞിട്ട് കേട്ടപ്പോ കോലോത്ത പ്രൗഢി. ഇതിപ്പോ ഒരു ഭാഗ്യം വരാനില്ലെന്നാ എല്ലാരും പറഞ്ഞേ. എന്നിട്ട് അളിയനും പെങ്ങളും കൂടെ തക്കട തരികട. അതങ്ങനെ അവിടെ തക്കുപ്പോ തരങ്ങപ്പളി ഉണ്ടായിട്ട് വേണ്ടേ? അളിയനാണെങ്കിൽ 24 മണിക്കൂർ അടിച്ച് പൂക്കുറ്റിയായിട്ട് നടക്കുക. അതാ അമ്മയ്ക്കിപ്പോ ഒരു വലിയ മനപ്രയാസം.